ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വത്തക്ക വീട്ടിലുണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അധികം ആരും ചെയ്ത് നോക്കാത്തൊരു ഡ്രിങ്ക് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വത്തക്ക തൊലിയും കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഒരുപാട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. പിന്നെ നമുക്ക് മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വീണ്ടും ചേർത്താൽ മതി. അപ്പോൾ ഞാൻ അളവൊന്നും പറയണില്ല. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ്സ് ഒക്കെ നിങ്ങൾക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾക്ക് വെള്ളം അല്ലെങ്കിൽ കുറച്ച് പാലോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആകുന്ന സമയത്ത് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഐസത്തെ ഒരു വെള്ളം വത്തക്കയുടെ ഒരു വെള്ളം ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് കസ്കസോ അല്ലെങ്കിൽ ചിയ സീഡ്സോ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല കേട്ടോ. അപ്പോൾ കസ്കസൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. നമ്മൾ പാല് ചേർക്കുന്നേക്കാളും ടേസ്റ്റ് ഇങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഇതുപോലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാൽ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. സാധാരണ നിങ്ങൾ വത്തക്ക വെച്ചിട്ട് പല രീതിയിലും ഉണ്ടാക്കാറുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.